രഞ്ജേട്ടാ ക്യാച്ച്. അങ്ങനെ എൻ്റെ 2 വർഷത്തെ കാത്തിരിപ്പിന് ഇന്ന് തിരശീല വീഴുകയാണ്. തിരശീല വീഴുകയാണെന്നൊക്കെ സാഹിത്യപരമായി പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. രഞ്ജുവേട്ടൻ വരാൻ വേണ്ടി കാത്തിരുന്നതാ ഈ 2 ആൾക്കാരെയും പൊട്ടിക്കാൻ. അച്ഛൻ അറിയാതെയും ഈ പൊട്ടിക്കുന്ന ഏട്ടൻ അറിയാതെയും അടിച്ചു മാറ്റിയ പൈസകൾ കൂട്ടി വെച്ചുണ്ടാക്കിയ 2 കുടുക്കുകൾ. അതങ്ങനെ പൊട്ടിക്കുമ്പോൾ എൻ്റെ മുഖത്തുള്ള സന്തോഷം എനിക്ക് തന്നെ പകർത്തിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മറ്റുള്ളവരുടെ മുഖത്തെ സന്തോഷം ഒപ്പിയെടുക്കുന്നത്. ഇതിൽ തന്നെ 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. അത്രയ്ക്ക് ഞാൻ പൈസ കുത്തി നിറച്ച് കയറ്റിയിട്ടുണ്ട്. ഇതെന്താ ഇപ്പോൾ വലിച്ചിട്ട് തീരുന്നില്ലല്ലോ നേട്ടൻ. അത് തീർത്തിട്ട് വേണം അടുത്ത ആളെ കുടയാൻ വേണ്ടിയിട്ട്. എടുത്തു വെച്ചിട്ടുള്ള ആളെ കയ്യിൽ ഒതുക്കി വെച്ചു. കൂടെ ക്യൂരിയോസിറ്റിയിൽ എൻ്റെ കൂടെ നോക്കാൻ 2-3 ആൾക്കാരുണ്ട് കേട്ടോ. കുടുക്കാൻ നമ്പർ 1ൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി ഇത് ചെടിയിട്ട് വെക്കാം. ഇനി അടുത്തത് പൊളിച്ചു. ഏട്ടൻ്റെ മുഖത്തെ ക്യൂരിയോസിറ്റിയും കൗതുകവും കാണുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നില്ലേ? അവനറിയില്ലല്ലോ ഇതൊക്കെ അവൻ്റെ പൈസയാണെന്ന്. അങ്ങനെ പൊളിച്ചെടുക്കൽ പരിപാടി കഴിഞ്ഞു. ഇനി വരുന്നത് എണ്ണിത്തിട്ടപ്പെടുത്തലാണ്. വലിയ നോട്ട് മുതൽ തുടങ്ങാം. പിന്നെ ലാസ്റ്റ് ആവാം കോയിൻ എണ്ണുന്നത്. കൂട്ടത്തിൽ അമ്മ വിളിച്ചു പറഞ്ഞു. അങ്ങനെ എണ്ണാൻ തുടങ്ങി. 500, 200, 300, 20, 10, 50, 1, 2 എണ്ണി തീരുന്നില്ല. അതിനിടയിൽ കുടുക്കയിൽ മൊത്തം എത്ര രൂപയുണ്ടെന്ന് പലരും ഊഹിച്ചു പറയാൻ തുടങ്ങി. ഞാനും പറഞ്ഞു ഒരു സംഖ്യ. നോക്കാം ആര് ജയിക്കുമെന്ന്. ഇനി ഒരു സർപ്രൈസ് കാണിച്ചു തരാം. ഈ ഒരു 250ൻ്റെ നോട്ട് നോക്കി. ഒരു മടക്കോ ചുളിവോ ഇല്ല. ഇതെനിക്ക് കൈനീട്ടം കിട്ടിയ പൈസയാണ്. ഇത് സത്യസന്ധമായ പൈസ. പിന്നെ എനിക്കൊരു ഡൗട്ട് ഇപ്പോഴുണ്ട്, ഞാനിതെങ്ങനെയായി കുടുക്കയിലേക്ക് കയറ്റിയെന്ന്. നോക്ക്, 20ൻ്റെ എത്ര നോട്ടുകളാണ് കയ്യിൽ. അങ്ങനെ നോട്ടുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇതൊന്നും അറിയാതെ പാവം എൻ്റെ അച്ഛൻ അകത്ത് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിന്നൂട്ടി തകൃതിയായി എണ്ണുന്നുണ്ട്. കീറിയ നോട്ടുകൾ അവൾ മാറ്റി വയ്ക്കുന്നുമുണ്ട്. ഈ ക്യൂരിയോസിറ്റിയിൽ എണ്ണുന്നതാണ് എൻ്റെ സ്വന്തം ഏട്ടത്തി. അങ്ങനെ പണം ഏകദേശം ചിട്ടപ്പെടുത്തി. 13,796 രൂപ 25 പൈസ. ശരിക്കും എല്ലാവർക്കും ഭയങ്കര അതിശയം കേട്ടോ. ഇത്രയും പൈസ ഇതിനകത്ത് ഉണ്ടാകുമെന്ന് ഞാൻ പോലും വിചാരിച്ചിട്ടില്ല. നിങ്ങൾക്കുണ്ടോ ഇത്തരത്തിലുള്ള കുടുക്കുകൾ? ഇനിയൊന്ന് സൂക്ഷിച്ചു നോക്കി. എനിക്കൊരു ഡൗട്ടുണ്ട്. ഇതിൽ ഒരു കോയിൻ ഫേക്കും ഒരു കോയിൻ റിയൽ ആണെന്ന് എൻ്റെ ബ്രദർ പറഞ്ഞു. ആക്ച്വലി ഇതിൽ ഏത് കോയിനാണ് റിയൽ, ഏത് കോയിനാണ് ഫേക്ക് എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടണേ. ഇത് 2018ലെയും 2008ലെയും കോയിനാണ്. ഐ തിങ്ക് 2008ലെ കോയിൻ ഫേക്ക് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ എന്തായാലും കമൻ്റ് ഇടണം, കാരണം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.